നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി മാസം 3-ാം തീയതി വിശാഖ നക്ഷത്രമാണ്. 12 രാശിയിൽ വരുന്നവർക്ക് എന്തെല്ലാം ഫലങ്ങളാണെന്ന് നോക്കാം. മേടൻ രാശി അശ്വതി, ഭരണി, കാർത്തികക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ നടക്കുന്ന ഒരു ദിവസമാണ്. സുഹൃത്തുക്കളെ കൊണ്ടും പങ്കാളിയെ കൊണ്ടും എല്ലാം നേട്ടം ഉണ്ടാകും. കുടുംബജീവിതം സമാധാനം നിറഞ്ഞതായിരിക്കും. അവിവാഹിതരുടെ വിവാഹ കാര്യത്തിലെല്ലാം തീരുമാനമാകാൻ സാധ്യത കാണുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് എല്ലാം ലാഭകരമായിട്ട് മാറുന്നൊരു ദിവസമാണ്. യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഇടവൻ രാശി കാർത്തിക, മുക്കാല്, രോഹിണി, മകീരമര ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. അനാവശ്യ ചിലവുകളെല്ലാം വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ടെൻഷനും മനക്ലേശവും ഉണ്ടാവാനും യോഗമുള്ളൊരു ദിവസമാണ്. മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവുകളെല്ലാം വർദ്ധിക്കാൻ സാധ്യത കാണുന്നുണ്ട്. മക്കളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട ചില സാഹചര്യങ്ങളൊക്കെ വരാം. അവരിൽ നിന്ന് പ്രതീക്ഷിച്ച നേട്ടങ്ങളൊന്നും ഉണ്ടായില്ല എന്നൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു കാലമാണ്. അവരുടെ കാര്യത്തിൽ, മക്കളുടെ കാര്യങ്ങളിലെല്ലാം കൂടുതൽ ശ്രദ്ധിക്കുകയും അവരെ കെയർ ചെയ്യുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. മിഥുനരാശി മകീര, തിരുവാതിര, പുണർദം, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വലിയ നേട്ടങ്ങളെല്ലാം പ്രതീക്ഷിക്കാം. പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനോ സാമ്പത്തിക നേട്ടം ഉണ്ടാവാനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. പങ്കാളിയുമായി ചില അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും പുതിയ സൗഹൃദങ്ങൾ കൊണ്ട് പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ലാഭകരമായിട്ട് മാറാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ചലച്ചിത്ര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അല്ലെങ്കിൽ ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമെല്ലാം ഇന്നത്തെ ദിവസം ഗുണകരമാണ്. കർക്കിടക രാശി പുണർദം, കാല്, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ഇന്ന് വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഉത്തമമാണ്. പുതിയ വീട് നിർമ്മിക്കാനോ വാങ്ങാനോ ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ വീട് മോടി പിടിപ്പിക്കാനോ വീട്ടിലേക്ക് വേണ്ട ഗൃഹോപകരണം മറ്റും വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്കെല്ലാം ഇന്നത്തെ ദിവസം ഉത്തമമാണ്. യാത്രകൾ കൊണ്ടും പല നേട്ടങ്ങളുണ്ടാവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും ഇന്നത്തെ ദിവസം ഉത്തമമാണ്. നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കോടതി നിയമവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാലമായിട്ട് അലയുകയായിരുന്നെങ്കിൽ അത്തരം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാവാനെല്ലാം സാധ്യത ഇന്നത്തെ ദിവസം കൂടുതലാണ്. ചിങ്ങം രാശി മകം, പൂരം, ഉത്രത്തിൽക്കാല് ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ലേഖകന്മാർക്കും സാഹിത്യകാരന്മാർക്കും പത്രപ്രവർത്തകർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെയധികം ഗുണകരമായിട്ട് മാറാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പല രംഗത്തും കൂടുതൽ ശോഭിക്കാനും അംഗീകാരങ്ങൾ ലഭിക്കാനും ബഹുമതികൾ ലഭിക്കാനും എല്ലാം സാധ്യത ഉള്ള ഒരു ദിവസമാണ്. പഠന കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാനും പരീക്ഷയിൽ ഉന്നത വിജയം നേടാനും ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളിലെല്ലാം ഉന്നത നേട്ടങ്ങൾ കൈവരിക്കാനെല്ലാം സാധിക്കുന്ന ഒരു ദിവസമാണ്. ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും നടക്കും. പങ്കാളിയെ കൊണ്ടും പല നേട്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് ഉത്തമമാണ്. കന്നിരാശി ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഇന്നത്തെ ദിവസം വലിയ നേട്ടങ്ങളുണ്ടാകും. ദീർഘകാലമായിട്ട് കിട്ടേണ്ടിയിരുന്ന പണമൊക്കെ ഇന്ന് ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ചിട്ടി അല്ലെങ്കിൽ ഇൻഷുറൻസ് പോലുള്ള സമ്പാദ്യ പദ്ധതികളിൽ നിക്ഷേപിച്ച പണമൊക്കെ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനെല്ലാം അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ്. തുലാം രാശി ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് എല്ലാ കാര്യത്തിലും ഉത്സാഹം അധികമായിട്ട് തോന്നുകയാണ്. ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയിപ്പിക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാവാനും യോഗമുള്ളൊരു ദിവസമാണ്. ഈശ്വരാധീനമുള്ള കാലമായതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിലും ഭയപ്പെടാതെ തന്നെ വിജയം സുരക്ഷിതമായിട്ട് ഉണ്ടെന്ന് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്ന, കോൺഫിഡൻസോടുകൂടി എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാലമാണ്. പല രീതിയിൽ പണം കൈവശം വന്നു ചേരാനൊക്കെ സാധ്യത ഉണ്ട്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ദോഷങ്ങൾക്ക് പരിഹാരമാണ്. വൃശ്ചിക രാശി വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ധാരാളം യാത്രകൾ, അനാവശ്യ ചെലവുകളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾക്ക് ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. പല കാര്യങ്ങളും മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. ആരോഗ്യകാര്യത്തിലും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ ഒരുപാട് പണം കൈവശം വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഓഹരി ഇടപാടുകളെല്ലാം
ലാഭകരമായിട്ട് മാറും. വാഹന ഇടപാടുകളും ഗുണകരമായിട്ട് മാറുന്നൊരു ദിവസമാണ്. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാൽ. ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഇന്നത്തെ ദിവസം വളരെ നേട്ടങ്ങളെല്ലാം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പല രീതിയിൽ ബിസിനസ് രംഗത്തെല്ലാം ഗുണം ഉണ്ടാവാൻ യോഗം കാണുന്നുണ്ട്. എന്നാൽ ആവശ്യമില്ലാത്ത തർക്കങ്ങളും കലഹങ്ങളും മറ്റുള്ളവരുടെ തർക്കങ്ങളിൽ ഇടപെടാനുള്ള ഒരു പ്രവണതയൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിവാവാനും നോക്കേണ്ട ഒരു സമയമാണ്. ജനിച്ച രാശിയിൽ തന്നെ ചൊവ്വയും ശുക്രനും ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടി ചില തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാവാനൊക്കെ സാധ്യത കൂടുതലാണ്. മകരരാശി ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമര. ഈ നക്ഷത്രക്കാർ ഇന്ന് ഭാഗ്യമുള്ളൊരു ദിവസമായിട്ട് തന്നെ കണക്കാക്കാം. പല കാര്യങ്ങളും ഭാഗ്യം കൊണ്ട് നടക്കും. പങ്കാളിയെ കൊണ്ടും ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ലഹരി വസ്തുക്കളും മറ്റും ഉപയോഗിച്ച് കുഴപ്പത്തിൽപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാവും. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യമൊക്കെ നിലനിൽക്കുന്നൊരു ദിവസമാണ്. വീട് പുതുക്കി പണിയാനോ മോടി പിടിപ്പിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന്. കുംഭൻ രാശി അവിട്ടമര, ചതയം, പൂരിട്ടാതി, മുക്കാൽ. ഈ നക്ഷത്രക്കാർക്ക് പുതിയ വാഹനം സ്വന്തമാക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ്. പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഗുണകരമായിട്ടുള്ള ദിവസമാണ്. കലാരംഗത്തെല്ലാം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളെല്ലാം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യമുള്ളൊരു ദിവസമാണ്. പല കാര്യങ്ങളും അതുകൊണ്ട് തന്നെ നടക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതിയെല്ലാം മെച്ചപ്പെടുന്നതാണ്. നിക്ഷേപങ്ങളിൽ നിന്നെല്ലാം കൂടുതൽ ലാഭം ഉണ്ടാവാനും സാധ്യത കാണുന്നുണ്ട്. ഓഹരി ഇടപാടുകളെല്ലാം ലാഭകരമായിട്ട് മാറും. മീനം രാശി പൂരിട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു ദിവസമാണ്. ചില കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് നടക്കുമെങ്കിലും പല കാര്യങ്ങൾക്കും ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അഷ്ടമരാശിയിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്ന സമയം എല്ലാ കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ നടക്കാതെ പോകാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങളും ഇന്ന് നടന്നില്ല എന്ന് വിചാരിച്ചിട്ട് മടിക്കേണ്ട. മറ്റൊരു ദിവസം അതിന് ശ്രമിച്ചാൽ നടക്കാൻ സാധ്യതയുണ്ട്. അത് മുടങ്ങിപ്പോവും എന്നർത്ഥമില്ല, തടസ്സം വരും എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ആ തടസ്സങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് മറ്റ് ദിവസങ്ങളിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഗുണകരമായിട്ടുള്ള ദിവസങ്ങളിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. ഇതോടെ ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.